യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരാണ് നാം എല്ലാവരും. എങ്കിലും ആ വിശ്വാസത്തിലും ഒരപൂർണത നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ വാഗ്ദാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ആകുലതകളെയും ഉത്കണ്ഠകളെയും ഓർത്ത് നാം ഭാരപ്പെടേണ്ടതില്ല. വിശ്വാസത്തിൻ്റെ അപൂർണതയ്ക്ക് ദൈവം നൽകുന്ന ഉറപ്പാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ പേര് ശാന്തമ്മ ജോസഫ്. ഞാൻ ഹൈദരാബാദിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ മോൾ ഓസ്ട്രേലിയയിലുണ്ട്. അവളുടെ അടുത്ത് പോകാൻ വേണ്ടി ഞാൻ മെഡിക്കലിന് ചെന്നപ്പോൾ എനിക്ക് തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തൈറോയിഡിന് വേണ്ടി സ്കാൻ ചെയ്തപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കാരിത്താസിൽ ചെന്നപ്പോൾ തൈറോയിഡിൻ്റെ MRI ചെയ്തപ്പോൾ എൻ്റെ തലയിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം പിറ്റ്യൂട്ടറിയിലെ ചെയ്യണം, ഭയങ്കര അത് ഒത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പിറ്റ്യൂട്ടറി, അതിനു മുമ്പായിട്ട് ഞാനിവിടെ ശനിയാഴ്ച വന്ന് അനീഷ് അച്ഛനെ കണ്ട് പ്രാർത്ഥിപ്പിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഭയപ്പെടേണ്ട, ഒന്നും കുഴപ്പം വരികയില്ല, ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ തലയിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ ആണെന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനവും. എൻ്റെ മോളൊരു ഡോക്ടറായിരുന്നുകൊണ്ട് അവൾക്കും ഒത്തിരി സംശയമുണ്ടായിരുന്നു അത് മിക്കവാറും ക്യാൻസറായി തീരുമെന്ന്. എന്തായാലും തൈറോയ്ഡ് ഓപ്പറേഷൻ കഴിഞ്ഞു. അത് ബയോപ്സിക്ക് വിട്ടപ്പോൾ ക്യാൻസർ അല്ലെന്ന് തെളിഞ്ഞു. അതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. വിശാലയുടെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മളോട് സംസാരിക്കാൻ പോവാം. ഹൃദയം തുറന്ന് നമുക്ക് കേൾക്കാം. ജീവിതത്തെ, കുടുംബത്തെ ഒക്കെ കടന്നു പോകുന്ന ജീവിത പ്രശ്നങ്ങളെയൊക്കെ ഈ നിമിഷം ദൈവാത്മാവിൻ്റെ സ്വരത്തിൻ്റെ മുമ്പിൽ അടിയറ വെച്ച് നമുക്ക് കർത്താവിൻ്റെ സ്വരം കേൾക്കാം. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ മനസ്സിനെ, ജീവിതത്തെയൊക്കെ ഭരിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ മേലുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവിലൂടെ സ്വർഗം നമ്മളോടൊന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 32 മുതലുള്ള വചനങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്നതിന് കൂടെ തന്നെ ഇങ്ങനെയാണ് വചനം കൂട്ടിച്ചേർക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് സ്വർഗം പറയുകയാണ്, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, യാക്കോബിൻ്റെ ഭവനത്തിൻ്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഇതെല്ലാം മറിയത്തോട് ദൂതൻ പറഞ്ഞപ്പോൾ മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും?
കുറെ കാര്യങ്ങൾ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പറയുക. ഒരു പാവം പെൺകുട്ടിയെ വിളിച്ചു നിർത്തിയിട്ട് ഈ പെൺകുട്ടിക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പറ്റാത്തതിനപ്പുറമായ കുറെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഈ കേട്ടത് മുഴുവൻ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അമ്മയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഒരു ലെവലുണ്ടല്ലോ, എനിക്ക് എൻ്റെ ലെവലിനപ്പുറം നിൽക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഗ്രഹിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പം ആത്മീയ ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പരിധിവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളോ മെഡിക്കൽ സയൻസിലെ കുറേ വാക്കുകളോ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കൊച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇതൊക്കെ വന്ന് നമുക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താ, അത് വേറൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, എൻ്റെ ഒരു തലത്തിലല്ല. ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് ദൈവദൂതൻ പറയുകയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, നീ ഒരു പുത്രൻ ജനിക്കും, അവന് യേശു എന്ന് പേരിടണം. പരിശുദ്ധ അമ്മ ചോദിക്കുക, ഈ പെൺകുട്ടി ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും? പലരും ഇന്ന് അനേകര് ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളുടെ പലരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്തയായിരിക്കും, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ നടക്കും? ഇത് നടക്കാൻ ഒരു സാധ്യതയില്ല, സൗഖ്യം പ്രാപിക്കാൻ ഒരു സാധ്യതയില്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? വിവാഹത്തിന്റെ മേഖലയിൽ പ്രശ്നങ്ങൾ, വർഷങ്ങളായിട്ട് വിവാഹ തടസ്സങ്ങൾ, ഇതെങ്ങനെ മാറും? കുറെ നാളുകളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില രോഗങ്ങൾ, ഇതിനെങ്ങനെ സൗഖ്യം കിട്ടും? കുറെ നാളുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില കേസിന്റെ ഇഷ്യൂസുകൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ദീനതകൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ എങ്ങനെ മാറും? സ്വാഭാവികമായിട്ടും ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് അങ്ങനെ ഇങ്ങനെ ഒരു അഭിഷേകം പ്രാപിക്കാൻ പറ്റും അല്ലേ? ആത്മീയ തലത്തിലേക്ക് വരുമ്പോൾ പലരും ചോദിക്കും, എനിക്കും എങ്ങനെ ഇങ്ങനെ ഒരു അഭിഷേകം പ്രാപിക്കാൻ പറ്റും, എനിക്കും അങ്ങനെ ആത്മീയമായിട്ടൊന്ന് വളരാൻ പറ്റും, എനിക്കും അങ്ങനെ ഒന്ന് വചനത്തിൽ അഭിഷേകം പ്രാപിക്കാൻ പറ്റും. ഇത് എങ്ങനെ സംഭവിക്കും? ആ പരിശുദ്ധ അമ്മ ശരിക്കും പറഞ്ഞ നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ തന്നെ ഒരവസ്ഥയെ ഉയർത്തി കാണിക്കുകയാണ്. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ചോദ്യം മനസ്സിൽ അലയടിക്കുന്ന മക്കൾ ഈ വചനം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഇതെങ്ങനെ നടക്കുവച്ചോ, ഇതെങ്ങനെ പറ്റുവച്ചോ, അച്ഛൻ പറ, ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ മകളുടെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ സാമ്പത്തിക മേഖലകൾ, എൻ്റെ ബിസിനസ് മേഖലകൾ, ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രശ്നം, ഇതെങ്ങനെ മാറും അച്ഛൻ പറ, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവിൽ ഇതിന് ഉത്തരവുണ്ട്. ദൈവാത്മാവ് തന്നെയാണ് ഇതിന് ഉത്തരം നമുക്ക് തരുന്നത്. ആത്മാവിൽ തന്നെയാണ് ഇതിന് ഉത്തരം കിടക്കുന്നത്. ഇങ്ങനെയുള്ള മനസ്സിൻ്റെ ആശങ്കകളുടെ മേൽ പരിശുദ്ധ അമ്മയും ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? എന്നിട്ട് അവൾ എന്നാ പറഞ്ഞ്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അല്ല, എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പുരുഷനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാകണം. സ്വാഭാവികമായ ഒരു ദാമ്പത്യ ധർമ്മത്തിൽ ഏർപ്പെടുന്നതിലൂടെ ഒരു ഉദരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കും അച്ഛ പറ? സൗഖ്യം കിട്ടാൻ ഒരു സാധ്യതയില്ലല്ലോ. ഡോക്ടർ വിധി എഴുതി ഇനി നടക്കില്ല എന്ന്, സൗഖ്യം കിട്ടില്ല എന്ന്, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും അച്ഛൻ പറ? ബിസിനസ് അതുപോലെ തകർന്നു പോയി, വട്ടപൂജ്യത്തിലാണ് നിൽക്കുന്നത്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ അച്ഛൻ പറയുന്നത് കർത്താവ് ഇത് ചെയ്തു തരും, ദൈവം ചെയ്തു തരും, ഇതൊക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കും? അതിനുള്ള വരുമാനമില്ലല്ലോ, അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലല്ലോ, വിറ്റുപറക്കിയിട്ട് കടം വീട്ടാനാണെന്ന് കരുതിയാൽ വിറ്റുപറക്കാൻ പറമ്പില്ലല്ലോ, സാഹചര്യമില്ലല്ലോ, സാധ്യതകൾ. പിന്നെ ഇത് എങ്ങനെ സംഭവിക്കും പറ? ഈ ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ചോദിക്കുന്നത്, അച്ഛോ എനിക്ക് പറ്റുന്നില്ല, എങ്ങനെയാ ഈ ഒരു വിശുദ്ധ ജീവിതം പറ്റുന്നത്? എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും പറ? എത്ര ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കൂട്ടുകെട്ടുകൾ, സാഹചര്യങ്ങൾ, ഇന്റർനെറ്റ്, മീഡിയ ഉപയോഗങ്ങൾ, ഇതൊക്കെ എന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിക്കും. അച്ഛൻ പറ, ഇതെങ്ങനെ സംഭവിക്കും? ഒരു വിശുദ്ധ ജീവിതം എങ്ങനെ പറ്റും? പരിശുദ്ധമ്മ ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ.
അത് സംഭവിക്കാൻ മാനുഷികമായി ചിന്തിക്കേണ്ട ഒരു കാരണം അതിന്റെ പിന്നിലില്ല. അപ്പൊ സാമ്പത്തികമായി എനിക്ക് നേട്ടമുണ്ടാകണമെങ്കിൽ, ആ നേട്ടം തരാൻ, അല്ലെങ്കിൽ എൻ്റെ കടബാധ്യത മാറണമെങ്കിൽ അതിനെനിക്ക് ഒന്നില്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടണം. അതിനൊരു സാധ്യതയില്ല, അതിനുള്ള വിദ്യാഭ്യാസമില്ല. അതല്ലെങ്കിൽ എനിക്ക് അത് വിറ്റുപറക്കാനുള്ള സാഹചര്യം അതുമില്ല. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇങ്ങനൊരു ആശങ്ക ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകാം. മാനുഷികമായ സാധ്യതകൾ മുഴുവൻ അടഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കും? സാഹചര്യമില്ല, മാനുഷികമായ ഒരു അവസ്ഥയും നമ്മുടെ മുമ്പിലില്ല. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ വചനം ഇങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്. ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ ഇത് സംഭവിക്കും. കണ്ടോ, ദൂതൻ കൊടുത്ത ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കും ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇത് അങ്ങനെ സംഭവിക്കും. ആത്മാവ് നിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാകും. ക്ഷമിക്കാൻ പറ്റുന്നില്ലേ? പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്. സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്ക്. എളിമപ്പെടാൻ പറ്റുന്നില്ലേ? ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്ക്. ദാമ്പത്യ ബന്ധത്തിൽ ഉലച്ചിലുകളുണ്ടോ? മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടോ? കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളോ? നിന്റെ ജീവിതം പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനും ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോ ഇത് സംഭവിക്കും. ഏത് കടബാധ്യതയിലിരുന്നോട്ടെ, നിന്റെ ചിന്തകൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുക. മരണത്തിന് നിലവീണ താഴ്വയിൽ ദൈവം എൻ്റെ കൈപിടിക്കുമെന്ന് ചിന്തിക്കുക. സമ്പന്നനെ ദരിദ്രനാക്കാനും ദരിദ്രനെ സമ്പന്നനാക്കാനും കർത്താവിനൊരൊറ്റ നിമിഷം മതി എന്നുള്ള വചനം സ്വീകരിക്കുക. കേട്ടോ, പരിശുദ്ധാത്മ വചനത്തിലൂടെ കേട്ടോ, ദൈവസ്വരമാണ് പരിശുദ്ധമ്മ എങ്ങനെ പറഞ്ഞ? പരിശുദ്ധമ്മ ആ വചനമാണ് ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതം കാണുന്നത്. പരിശുദ്ധമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അത് സംഭവിച്ചു. പരിശുദ്ധാത്മാവിൽ അത് സംഭവിച്ചു. അവള് നോക്കിയപ്പോ പുരുഷനെ അറിയുന്നില്ല, സാഹചര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഒക്കെ നടുവിലും ദൈവസ്വരത്തോട്, പരിശുദ്ധാത്മാവിനോട്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അത് സംഭവിച്ചു. അത്രയേ ഉള്ളൂ. ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട്, കർത്താവെ അവിടുത്തെ ഇഷ്ടമുള്ളതുപോലെ, അവിടുത്തെ ഇഷ്ടമനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, അവിടുത്തെ വചനമനുസരിച്ച്, അവിടുത്തെ സ്വരമനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു എളിമയുണ്ടെങ്കിൽ, ഒരു സമർപ്പണമുണ്ടെങ്കിൽ, ബാക്കിയൊക്കെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഹാരിസ്ബർഗിൽ ഒരു സഹോദരി ഈ അടുത്ത കാലത്ത് സാക്ഷ്യം പറഞ്ഞത്, ശനിയാഴ്ച മകളുടെ വിവാഹം, ഒരൊറ്റ പൈസ കയ്യിലില്ല, ബാങ്കിൽ കടവുണ്ട്, കുറച്ച് ലക്ഷം രൂപ കൊടുക്കുക അവൾ കെട്ടിക്കണമെങ്കിൽ. പിന്നെ കയ്യിലും കഴുത്തിലൊക്കെ കുറച്ച് സ്വർണം ഇടാതെ എങ്ങനെ മകളെ കെട്ടിച്ചു വിടുന്നത്? ഒന്നുമില്ല. വിവാഹം ഉറപ്പിച്ചു, ഇത്ര ലക്ഷം രൂപ കൊടുക്കണം, അതിനുള്ള സ്വർണം വേണം. ഇതൊന്നുമില്ലാത്ത നിൽക്കുന്ന സമയത്തും ഇവള് ദൈവത്തിൽ ആശ്രയിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, വിശ്വസിക്കും, തമ്പുരാൻ നടത്തി തരും, ദൈവമല്ലേ നടത്തി തരുന്നേ. നമ്മുടെ ദൈവം സമ്പന്നനല്ലേ, ദൈവത്തിന് നടത്തിത്തരാം. ദൈവത്തിൽ ആശ്രയിക്കുക. ചിലപ്പോൾ അവസാന നിമിഷമായിരിക്കും ദൈവം ഇടപെടാൻ പോകുന്നത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോക്കോ. പരിശുദ്ധാത്മാവിൻ്റെ സ്വരമല്ലാതെ മാനുഷികമായ സ്വരവോ നിങ്ങളുടെ ഇന്നലകളിലോ നിങ്ങളുടെ അനുഭവങ്ങൾക്കോ ഒന്നും ഈ ദിവസങ്ങളിൽ വില കൊടുക്കരുത്. ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം കരം പിടിക്കും എന്നുള്ള ചിന്തകൾ മാത്രം നിങ്ങളെ നയിച്ചാൽ മതി. ഈശോയെ സാക്ഷ്യപ്പെടുത്തി എന്നാണെന്നറിയാവോ? കല്യാണത്തിൻ്റെ സമയമായപ്പോൾ ഇവളുടെ കയ്യിലും കഴുത്തിലും ഇടാനുള്ള സ്വർണം ആഗ്രഹിച്ചതിലും കൂടുതൽ കിട്ടിയെന്ന് മാത്രമല്ല, ഇവളുടെ ഇതിന് കൊടുക്കാനുള്ള, വിവാഹത്തിന് കൊടുക്കാനുള്ള കാശും അതും ഇവരെ ഒന്നുമില്ലെന്നേ, ഒന്നുമില്ലാത്ത കുടുംബമാണ്. ഈ മകളുടെ വിവാഹം പോലും വൈകിപ്പോയതിൻ്റെ കാരണം അമ്മ പറഞ്ഞെന്നാണെന്നറിയോ? ഇവർക്ക് വിവാഹം കഴിച്ചു വിടാനുള്ള കാശുണ്ടായിരുന്നില്ല എന്നല്ല. പിന്നെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് അങ്ങോട്ട് കാലെടുത്ത് വെച്ചു, ഉറപ്പിച്ചു, ദൈവം നടത്തുന്നു.
ഈശോ പറഞ്ഞ എൻ്റെ വീട്ടുകാരും എൻ്റെ സഹോദരങ്ങളും എൻ്റെ ജീവിത പങ്കാളിയുടെ സഹോദരൻ ഇവരെല്ലാവരും അച്ഛോ കൈ അഴഞ്ഞ് അങ്ങോട്ട് സഹായിച്ചു. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇവരൊക്കെ തരൂന്ന്. ഞങ്ങൾ ഒരിക്കലും സ്വപ്നം കാണാത്ത വ്യക്തികളെ അച്ഛൻ കൊണ്ടു തന്നെ. അച്ഛൻ അറിയാവോ, സ്വർണം, അവൾക്ക് സ്വർണം വേണോ, സ്വർണം, കയ്യിലും കഴുത്തിലും എല്ലാ സ്വർണം. ഞങ്ങൾ ഒരു പൈസ മുടക്കിയിട്ടില്ല. അവളെ കുടുംബത്തിൽ കൊടുക്കാനുള്ള കാര്യങ്ങൾ, വിവാഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള കാശ്, അതുമെല്ലാം ഇങ്ങനെ മറ്റുള്ളവർ കൊണ്ടുവന്ന് തന്നതാ. അച്ഛനറിയാവോ, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞത് അച്ഛനറിയാവോ, ഇപ്പൊ അവളുടെ കഴുത്തിലും കാതിലും ഒക്കെ സ്വർണ്ണമൊക്കെ എക്സ്ട്രായാ. സാധാരണ ഒരു കല്യാണം നടത്തി കഴിയുമ്പോൾ നമുക്ക് കുറേ ലക്ഷം രൂപയുടെ കടമുണ്ടാവും അല്ലേ? ഈ സഹോദരി സ്റ്റേജ് എന്ന് പറഞ്ഞാലോ, കല്യാണം കഴിഞ്ഞപ്പോൾ കടമില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സമൃദ്ധിയിൽ കർത്താവ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഇതാണ് പരിശുദ്ധാത്മാവിന് ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള മനസ്സിൻ്റെ ആശങ്കകളുടെ മേൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം വിധേയപ്പെടാൻ അനുവദിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിച്ചോളും. ഒരാശങ്കയും വേണ്ട, ഒരാകുലതയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. നമ്മളെങ്ങനെയാണ്, നമ്മൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ടെൻഷൻ, അയ്യോ ഇതെങ്ങനെ സംഭവിക്കും, ഈ സമയം എടുക്കുക, കാലം എടുക്കുക, കൊടുക്കാനെന്ന് പറഞ്ഞ കാശ് കൊടുക്കാനുള്ള സമയമായി, അല്ലെങ്കിൽ കടം മേടിച്ചത് കൊടുക്കാനുള്ള സമയമായി, കാര്യങ്ങളൊക്കെ നടക്കേണ്ട സമയമായി, ബിസിനസ് കൊടുക്കാനുള്ള സമയമായി, വാടക കൊടുക്കാനുള്ള സമയമായി, ലോൺ അടച്ചതിട്ടാനുള്ള സമയം. ഇതെങ്ങനെ കൊടുക്കും, ഇതെങ്ങനെ സംഭവിക്കും? ദൈവാത്മാവിൻ്റെ സ്വരം നിന്റെ ചിന്തകളിലും നിന്റെ ഹൃദയത്തിലും ജീവിതത്തിലും ഏറ്റെടുത്തിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ പൂർത്തിയാകട്ടെ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, വചനം പൂർത്തീകരിക്കപ്പെട്ട ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കും. പുരുഷനെ അറിയേണ്ട കാര്യമൊന്നുമില്ല. പരിശുദ്ധ അമ്മ പുരുഷനെ അറിഞ്ഞുമില്ല. അറിയാതെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ യേശു ക്രിസ്തു ജന്മം കൊള്ളുന്നത്. പുരുഷന്റെ സ്പർശനമില്ല, പുരുഷന്റെ സാന്നിധ്യം അവിടെയില്ല. അതില്ലാതെ തന്നെ പരിശുദ്ധ അമ്മ ഗർഭിണിയായി കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ, മാനുഷികമായി ചിന്തിച്ചാൽ, മാനുഷികമായി ആലോചിച്ചാൽ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം ദൈവാത്മാവിൻ്റെ സ്വരത്തിനും ദൈവവചനത്തിനും ജീവിതത്തെ വെച്ചുകൊടുത്ത് എളിമപ്പെട്ട് സമർപ്പിക്കാൻ ഒരു പെൺകുട്ടി തയ്യാറായപ്പോൾ മാനുഷികമായ ബുദ്ധിയും മാനുഷികമായ ആലോചനകളും മനുഷ്യൻ്റെ അനുഭവങ്ങളും ഇതെല്ലാം മാറ്റിവെച്ച് ദൈവാത്മാവിൻ്റെ സ്വരത്തിന് ഒരു പെൺകുട്ടി എളിമയോടെ ജീവിതത്തെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് ഉത്തരം നൽകുകയാണ്. ഇപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഭരിക്കുന്ന ഒരു പ്രശ്നം, ജീവിതത്തെ അതുപോലെ വേട്ടയാടുന്ന ഒരു പ്രശ്നം, അച്ഛൻ പറ്റുന്നില്ലച്ചോ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലച്ചോ, അതുപോലെ തകർന്നു പോയിരിക്കുക, അതുപോലെ ബന്ധങ്ങൾ തകർന്നു, അതുപോലെ സാമ്പത്തിക മേഖലകൾ തകർന്നു, അതുപോലെ ബിസിനസ് പരാജയപ്പെട്ടു, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ ഒന്ന് പുനരുദ്ധരിക്കപ്പെടും എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്തിട്ട് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ജീവിതത്തെ സമർപ്പിക്കുക. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അപ്പോൾ അത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് ദിവ്യകാരൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും സ്വീകരിക്കാൻ പറ്റാതെ ഭാരപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും കർത്താവിന് മുമ്പിലേക്ക് കൊടുക്കുക. എന്നിട്ട് കർത്താവ് എന്ത് പറയുന്നു, ദൈവം നമ്മളോട് എന്ത് പറയുന്നു, അത് പൂർണ്ണതയിൽ സ്വീകരിക്കുക. വെള്ളം ചേർക്കരുത്, അത് മാറ്റിവെക്കരുത്, അതിന് കോംപ്രമൈസ് നമ്മൾ നാളെ ആകട്ടെ മറ്റന്നാൾ അങ്ങനെ ഒന്നും. അപ്പോൾ തന്നെ ആ വചനം പൂർണ്ണതയിൽ സ്വീകരിച്ചിട്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട്, ഇത് ആത്മാവിൻ്റെ പ്രവർത്തനത്തെ വിധേയപ്പെട്ട് ദൈവവചനം നമ്മളിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ വിട്ടുകൊടുക്കാനുള്ള എളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നൊരു ആരാധന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇപ്പോൾ അസ്വസ്ഥപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് വലിയ ആഗ്രഹത്തോടെ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ.
കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുട്ടുകുത്താൻ സാധിക്കുന്നവരൊക്കെ തമ്പുരാൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുക. നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ കണ്ണു തുറന്ന് ഈശോയെ നോക്കി തമ്പുരാൻ പ്രവർത്തിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, വലിയ ദാഹത്തോടെ ഈശോയെ വിളിക്കാം. ഇത് സർവ്വതും സാധ്യമാക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ ഈശോയെ പറഞ്ഞ് മക്കളെ, നിങ്ങൾക്ക് അസാധ്യമായത് എനിക്ക് സാധ്യമാക്കി തരാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ നിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നില്ലേ? ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സാധ്യമാകും? ഇതെങ്ങനെ നടക്കും? എൻ്റെ മക്കളുടെ വിവാഹം, പ്രായമായിട്ട് വിവാഹം നടക്കുന്നില്ല. എൻ്റെ മക്കളുടെ ജോലി മേഖലകൾ, എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ, ഇതൊക്കെ നിന്നെ അലട്ടുന്നില്ലേ? എന്തിനെ പറയുന്നു? നിങ്ങളുടെ ദാമ്പത്യ ബന്ധം പോലും ഒത്തിരി ഉലച്ചിലൂടെ കടന്നു പോകുന്നില്ലേ? ഇതെങ്ങനെയൊന്ന് മുന്നോട്ട് കൊണ്ടുപോകും? ഈ ജീവിത പങ്കാളി മൊത്തം എങ്ങനെയൊന്ന് ജീവിക്കാൻ പറ്റും? ഇതെങ്ങനെയൊന്ന് സഹിക്കാൻ പറ്റും എന്നൊക്കെ പലപ്പോഴും നീ ചോദിക്കുന്നില്ലേ? ആലോചിക്കുന്നില്ലേ? മനസ്സുകൊണ്ടെങ്കിലും ചിന്തിക്കുന്നില്ലേ? പരിശുദ്ധ അമ്മ ഇതുപോലെ ആശങ്കയുടെ നടുവിൽ നിന്നപ്പോൾ പരിശുദ്ധ അമ്മ ചോദിച്ചു, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഉണ്ടോ? അമ്മ ഇതുപോലെ തന്നെ ചോദിച്ചേ. കാരണം പുരുഷൻ്റെ സ്പർശനമില്ലാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കില്ല. പരിശുദ്ധ അമ്മയ്ക്ക് ആശങ്ക, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതെങ്ങനെ നടക്കും? കാരണം ഇത് സംഭവിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. അവിടെ ദൈവം പറയുകയാണ്, മലാഖ പറയുക, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ ഇന്ന് വരെ നിനക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലേ? സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലേ? ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹിക്കാൻ പറ്റും. നിനക്ക് ഇന്ന് വരെ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലേ? ചിലരെയൊക്കെ ഒന്നും അംഗീകരിക്കാൻ ഉൾക്കൊള്ളാനും പറ്റും. ആ പരിശുദ്ധാത്മാവിനെ നിൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ക്ഷമിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, എളിമപ്പെടാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ചിലതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിവെക്കാൻ പറ്റും, ഉപേക്ഷിക്കാൻ പറ്റും, നിർത്താൻ പറ്റും. കരിസ്മയിലൊക്കെ ധ്യാനം കൂടി അനേകർ വിശുദ്ധീകരണം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് പല ദുശീലങ്ങളും നിർത്തി തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ വീട്ടുകാരും മാതാപിതാക്കളും വന്ന് ചോദിക്കും, ഇതെങ്ങനെയാ അച്ചു സംഭവിച്ചത്? ഒരു 3 ദിവസം കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇതുപോലെ കടന്നുപോയ മകനാ, ഇതെങ്ങനെയും 3 ദിവസം കൊണ്ട് എന്നാ സംഭവിച്ചത്? എങ്ങനെ സംഭവിച്ചു? ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. പരിശുദ്ധ അമ്മയുടെ അടുത്ത് സ്വർഗം കൊടുത്ത അതേ ഉത്തരം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇത് സംഭവിക്കും. അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ കാണുന്നില്ലേ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. കാരണം നാം സ്വീകരിച്ചിരിക്കുന്നത്, തിമോഥെയോർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഈ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ദൈവഹിതം നമ്മളിൽ പൂർത്തിയാകാൻ തുടങ്ങും. ദൈവഹിതം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ നമ്മളിൽ നിറയാൻ തുടങ്ങും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ മനസ്സിൽ നിൽക്കുന്ന മുഴുവൻ ആശങ്കകളും ആകുലതകളും നടക്കോ ഇല്ലയോ എന്നുള്ള നിൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതക്കേടും എല്ലാം ഇപ്പോൾ കർത്താവിന് മുമ്പിലേക്ക് ഒന്ന് കൊടുത്തേ. കരങ്ങളൊന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്, ഇങ്ങനെയൊക്കെ എങ്ങനെ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ മക്കളൊക്കെ പോകും എന്ന് ആലോചിച്ച് ഭാരപ്പെടുന്ന നിൻ്റെ വിഷയങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് കൊടുത്തേ. മകനെ, നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ഈശോ പറഞ്ഞില്ലേ, നിൻ്റെ ഭാരങ്ങൾ, നിൻ്റെ വിഷമങ്ങളൊക്കെ ഇറക്കി വെക്ക്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. പറഞ്ഞവൻ വിശ്വസ്തനാ, അവൻ്റെ വാക്ക് കേട്ടാൽ അത്ഭുതം ഉറപ്പാ. കർത്താവ് പറഞ്ഞു, കിടക്കെടുത്ത് നടക്ക്. 38 വർഷം ബെത്സയിദ കുളക്കടവിൽ കടന്നവൻ എഴുന്നേറ്റ് നടന്നു. ലാസറേ പുറത്തു വാ. ആ വചനം, ആ സ്വരം കേട്ടപ്പോൾ മരിച്ച ലാസർ പുറത്തു വന്നു. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാ. നമ്മൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ അമ്മയിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്നിലും നിൻ്റെ കുടുംബത്തിലും പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് മനസ്സിൽ നിരാശകളിലേക്ക് നിന്നെ തള്ളിവിടുന്ന ജീവിതത്തിൻ്റെ സകല നൊമ്പരങ്ങളെയും കൊടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തോട് കരുണ കാണിക്കണമേ. അവിടുത്തെ സന്നിധിയിലിരുന്ന് ദാഹത്തോടെ കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക് ഇപ്പോൾ തന്നെ ആത്മാവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, സ്നേഹിക്കാനുള്ള കൃപയുണ്ടാകട്ടെ, ശക്തിയുടെ കൃപയുണ്ടാകട്ടെ, ആത്മസംയമനത്തിന് അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. ഈ ആശീർവാദം എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും കടന്നു വരട്ടെ. കുടുംബത്തിൽ
ഒരു വിശുദ്ധീകരണം ആവശ്യമുള്ളത്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇതുപോലെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകൾ, തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുടെ മേഖലകൾ, ആ മേഖലകളെല്ലാം ഇപ്പോൾ കർത്താവിങ്കിലേക്ക് ഉയർത്തുക. നിൻ്റെ കരങ്ങളിൽ ആ വിഷമങ്ങളെയും വേദനകളെയും കൂടി ഉയർത്തിയിട്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ